രാത്രി ഇരുട്ടിൽ ഒരാൾ അദ്ദേഹത്തിന്റെ സൈക്കിളിൽ തന്റെ വീട് നോക്കി പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഒരു മരത്തിനരികിൽ കൂടി പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ആരോ പുറകിലുള്ളതുപോലെ തോന്നി. അദ്ദേഹം ഇറങ്ങി നോക്കിയപ്പോൾ പുറകിൽ ആരും തന്നെ ഇല്ല. ഒരു പക്ഷെ അത് എന്റെ ഭ്രമയായിരിക്കും. അദ്ദേഹം സൈക്കിൾ എടുത്തുകൊണ്ട് തിരിച്ചവിടെ നിന്നു പോയി. പക്ഷെ അദ്ദേഹത്തിന് ആരോ ചിരിക്കുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം പേടിച്ചുപോയി. ആരാ അവിടെ ഉള്ളത്? അദ്ദേഹം വീണ്ടും പുറകിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സൈക്കിൾ കാരിയറിൽ 2 മരബൊമ്മകൾ ഉണ്ടായിരുന്നു. ഇത് എവിടുന്നാ വന്നത്? അദ്ദേഹം ആ 2 ബൊമ്മകളെയും എടുത്ത് വലിച്ചെറിഞ്ഞു. പക്ഷെ ആ ബൊമ്മകൾ താഴേക്ക് വീഴാതെ ആകാശത്തിൽ പറന്നു നിന്നു. അദ്ദേഹം സൈക്കിൾ അവിടെ തന്നെ വിട്ടിട്ട് അവിടെ നിന്നും ഓടി. പിന്നെ ആ 2 മരബൊമ്മകളും അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. നീ എത്ര ദൂരം ഇങ്ങനെ ഓടും? ഞങ്ങൾ നിന്നെ വെറുതെ വിടില്ല. ആ ബൊമ്മകൾ അദ്ദേഹത്തെ തടുത്തു നിർത്തി. അദ്ദേഹം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാ വശത്തും അദ്ദേഹത്തിന് ആ മരബൊമ്മകൾ കാണാൻ പറ്റി. ഇത് കണ്ട് പേടിച്ച അദ്ദേഹം പേടിച്ചു വിറച്ച് അവിടെ തന്നെ വീണു മരിച്ചുപോയി. ആ 2 ബൊമ്മകളും വീണ്ടും അവരുടെ മരത്തിലേക്ക് ചെന്നു. എന്നിട്ട് ആ മരത്തിന്റെ താഴെ തൂങ്ങിക്കിടന്നു. രാത്രിയാകുമ്പോൾ ആ സ്ഥലം എപ്പോഴും വളരെ ഇരുട്ടടഞ്ഞതും ഭയങ്കരവുമായിരിക്കും. ആരെങ്കിലും അതുവഴി പോയാൽ ഉടനെ ആ ബൊമ്മകൾ അവരുടെ ജോലി തുടങ്ങും. ആ ബൊമ്മകൾ ആ ആളിനെ പിന്തുടർന്ന് പോയിക്കൊണ്ടേയിരുന്നു. എന്നെ വിട്ടേക്ക്, ഞാൻ നിങ്ങൾക്ക് എന്ത് പാവാ ചെയ്തത്? ആ ബൊമ്മകൾ ആരെയും തന്നെ വെറുതെ വിടില്ല. എല്ലാരെയും കണ്ട സ്ഥലത്ത് തന്നെ കൊന്നുകളയും. ആ ബൊമ്മകളുടെ ഈ പ്രവൃത്തി കാരണം തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലുള്ള ആളുകളൊക്കെ ഒരുപാട് പേടിച്ചിരുന്നു. അവരെല്ലാരും കൂടി ഒരു സ്വാമിജിയെ കാണാനായി ചെന്നു. നിങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളെ സഹായിക്കാൻ ദൈവമേ. ആ പ്രേത പാവകൾ അതിന്റെ രുദ്രതാണ്ഡവമാണ് തുടങ്ങുന്നത്. അതിനെ ആരും വിട്ടുവെച്ചിട്ടില്ല. എല്ലാരും കൊല്ലുന്നുണ്ട്. ഇതുപോലെ അവരൊക്കെ ബലി വാങ്ങുന്നുണ്ട്. അവർക്ക് എന്ത് പ്രയോജനമാണ് ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങളെ സഹായിക്കൂ ഗുരുജി. ഞാൻ വരാം, തീർച്ചയായും വരാം. ഇന്ന് രാത്രി തന്നെ വരാം. ഇത് കേട്ട് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് സന്തോഷമായി. ആ ദിവസം സ്വാമിജി തനിച്ച് ആ കാട്ടിലേക്ക് ചെന്നു. പുതിയ ഒരാളെ ബലിയായി കിട്ടിയെന്ന് വിചാരിച്ച് ആ 2 മരബൊമ്മകളും ചിരിക്കാൻ തുടങ്ങി. അവർ അദ്ദേഹത്തെ പിന്തുടരാൻ തുടങ്ങി. സ്വാമിജി അവിടെ തന്നെ നിന്നു. എന്നിട്ട് അദ്ദേഹം നോക്കി. അദ്ദേഹത്തിന്റെ പുറകിലായി 2 ചെറിയ ചെറിയ മരബൊമ്മകൾ നടന്നു വരുന്നത്. നിങ്ങളൊക്കെ ആരാണ്? എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയില്ലെന്നറിയാം. സ്വാമിജി തന്റെ കണ്ണുകളെ മൂടി. എന്നിട്ട് അദ്ദേഹം തന്റെ കയ്യിൽ ഒരു നാരങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറെ മന്ത്രങ്ങൾ പറഞ്ഞു. നിർത്തൂ! ഇതൊക്കെ നിർത്താൻ. എന്നാൽ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറയൂ. നിങ്ങളൊക്കെ ആരാണ്? ഞാൻ നളിനിയാണ്. പിന്നെ ഇതെന്റെ ഭർത്താവ് സുമേഷ്. ഞങ്ങൾ 2 പേരും രാജസ്ഥാൻ ചേർന്നവരാണ്. രാജസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് എന്തിനാ വന്നത്? ഞങ്ങൾ 2 പേരും പാവക്കളികൾ കാണിക്കുന്നവരാണ്. ഞങ്ങളുടെ ഈ കളി കാണിക്കാൻ വേണ്ടി കുറെ ജനങ്ങൾ ഞങ്ങളെ കാണാൻ വരുമായിരുന്നു. ഒരു ദിവസം ആ രാജ്യത്തിന്റെ മന്ത്രി ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിരുന്നു. സുമേഷ് ജി, നിങ്ങളുടെ കലയെ പറ്റി ഞങ്ങൾ വിവരിക്കാനേ പറ്റില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ നാട്ടിലേക്ക് വരണം. അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഷോ ചെയ്യണം. ഓ തീർച്ചയായും. അടുത്ത ആഴ്ച ഞങ്ങളുടെ രാജ്യത്തിൽ ഉത്സവം നടത്തുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിൽ വന്ന് നിങ്ങളുടെ പാരമ്പര്യമായ ഈ കല ഞങ്ങൾക്ക് കാണിച്ചു തരണം. തീർച്ചയായും ചേട്ടാ. ഇത് കേട്ട ഉടനെ ഞങ്ങൾ 2 പേരും വളരെ സന്തോഷപ്പെട്ടു. 4 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ മധ്യപ്രദേശിലേക്ക് വന്നു. ഇവിടെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. ആദ്യമായിട്ടാണ് നമ്മൾ പുതിയൊരു സ്ഥലത്തിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ പരിപാടി എല്ലാവർക്കും ഇഷ്ടമാകുമല്ലേ? തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിൽ എന്താ നിനക്ക് വിശ്വാസക്കുറവ്? ഒരു പക്ഷേ നമ്മുടെ കലകൾ വന്നിട്ട് നമ്മുടെ മന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം നമ്മളെ ഇങ്ങോട്ട് വരാൻ അവര് പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അതും ശരിയാണ്. പിന്നെ ഞങ്ങൾ ആ ഉത്സവത്തിൽ ആ കളിയും തുടങ്ങി. അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ഞങ്ങളുടെ പാവക്കളികൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അന്ന് രാത്രി തന്നെ ഞങ്ങൾ തിരിച്ച് അതേ വഴിയിൽ തന്നെ ഹോട്ടലിലേക്ക് പോയി. നളിനി ഞങ്ങളുടെ ആ പാവകൾ വെച്ച് കളിക്കുകയായിരുന്നു.
പെട്ടെന്ന് ചില കൊള്ളക്കാരന്മാര് ഞങ്ങളുടെ വണ്ടി വഴിമറിച്ചു. എടുക്കൂ, എത്ര നിങ്ങളുടെ അടുത്തുള്ള എല്ലാം എടുക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ ഇഷ്ടമാണെങ്കിൽ വേഗം തന്നേക്കേ. ഞങ്ങളുടെ അടുത്തുള്ള സ്വർണങ്ങളും പൈസയൊക്കെ ആ കൊള്ളക്കാരെടുത്ത് കൊടുത്തു. പക്ഷെ നളിനി തന്റെ താലി വന്നിട്ട് അവിടെ മറച്ചു വെച്ചു. പക്ഷെ അവിടെ താലിക്കയറിന് മേല് ആ കൊള്ളക്കാരന് കണ്ണുവെച്ചു. എടുക്ക്, ആ താലിക്കയർ ഇങ്ങോട്ട് തന്നേക്കേ. ഞാൻ ഒരിക്കലും തരില്ല. കൊള്ളക്കാരൻ ഞങ്ങളെ വണ്ടിയിൽ നിന്ന് താഴെ ഇറക്കി. ഞങ്ങളുടെ ബൊമ്മകളും അവിടെ താഴെ വീണു. കൊള്ളക്കാരൊക്കെ ഞങ്ങളെ അടിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഡ്രൈവർ രക്ഷപ്പെടാൻ വേണ്ടി അവൻ കാർ എടുത്ത് ഓടിക്കളഞ്ഞു. ആ താലിക്കയറ് തരുന്നോ ഇല്ലയോ? ഇല്ല, തരില്ല. കൊള്ളക്കാരൻ ആ താലിക്കയറും പറിച്ചു. പിന്നെ നളിനി അവിടുന്ന് ഉന്തിയിട്ടു. നളിനിയുടെ തല ഒരു വലിയ കല്ലിടിച്ച് ചോര മുഴുവനും വന്നു. അവൾ അപ്പം തന്നെ അവിടെ മരിച്ചും പോയി. നളിനി, നളിനി! ഞാൻ നളിനി നോക്കാൻ വേണ്ടി ഓടിപ്പോയി. പക്ഷെ പുറകിൽ നിന്ന് ഇന്നൊരു കൊള്ളക്കാരൻ ഒരു വലിയ കല്ലെടുത്ത് എന്നെ അടിച്ചു കൊന്നു കളഞ്ഞു. ഞാൻ അവിടെ തന്നെ വീണുപോയി. ആ കൊള്ളക്കാര് ഞങ്ങളടുത്തു നിന്ന് എല്ലാം എടുത്തു കളഞ്ഞു. പിന്നെ ആ 2 ബൊമ്മകൾ അവിടെ വിട്ടു കളഞ്ഞു. ഈ റോഡിൽ എത്രയോ പേര് ഞങ്ങളെ കടന്നുപോയി. പക്ഷെ ആരും ഞങ്ങൾ രക്ഷിച്ചില്ല. ഞങ്ങളുടെ പ്രാണം അവിടെ തന്നെ പോയി. ഞങ്ങളുടെ ആത്മാക്കൾ ആ 2 ബൊമ്മയിലേക്ക് പോയി. പിന്നെ ഓരോ രാത്രിയും ഞങ്ങൾ ഈ പാവേന്റെ ഉള്ളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഗ്രാമത്തിലുള്ള ജനങ്ങളോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ആരെയും വെറുതെ വിടില്ല. ഇവരൊക്കെ നിങ്ങൾ എന്ത് പാവാണ് ചെയ്തത്? ഇവരാണോ നിങ്ങളടുത്ത് കൊള്ളയടിച്ചത്? ഇല്ല. പക്ഷെ അന്ന് രാത്രി ഞങ്ങൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ 2 പേരും നടന്നത് ഒരു വലിയ കൊടുമ തന്നെയാണ്. പക്ഷെ അതിനു വേണ്ടി പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് വളരെ തെറ്റാണ്. ഇതുവരെ നിങ്ങൾ എത്ര പേരുടെ ജീവൻ എടുത്തിട്ടുണ്ടോ? അവരുടെ കുടുംബത്തിനെ പറ്റി ആലോചിച്ചു നോക്കൂ. അവരുടെ കുടുംബത്തിനെ കുറിച്ച് ഞങ്ങൾ എന്തിനാ ചിന്തിക്കേണ്ടത്? ഞങ്ങൾക്ക് ഒരു സന്തോഷമായ ഒരു കുടുംബം ഉണ്ടായിരുന്നു. എന്റെ അമ്മ ഉണ്ടായിരുന്നു, എനിക്കൊരു അനിയനുണ്ടായിരുന്നു. അവരെന്ത് പാവാണ് ചെയ്തത്? ആരും ഒരു പാവം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നടന്ന പാവം അത് പാവം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ 2 പേരും ഈ ലോകം വിട്ടു പോകുന്നതാണ് നല്ലത്. ഞാൻ നിങ്ങളുടെ 2 ആത്മയ്ക്കും മുക്തി തരാം. സ്വാമിജി തന്റെ മന്ത്രങ്ങൾ വീണ്ടും പറയാൻ തുടങ്ങി. പക്ഷെ ആ പ്രേതങ്ങൾക്ക് അതിലൊട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ആ സുമേഷ് ബൊമ്മ ഒരു മാന്ത്രിക കയറുകൊണ്ട് സ്വാമിജിയുടെ കഴുത്തിനെ ഇറുക്കി. എന്നിട്ട് പിടിച്ചു വലിച്ചു. പക്ഷേ സ്വാമിജി മന്ത്രം പറയുന്നത് നിർത്തിയേ ഇല്ല. പിന്നെ ആ നളിനി ബൊമ്മയും മറ്റൊരു കയറിട്ട് സ്വാമിജിയുടെ കഴുത്തിനെ ഇറുക്കി. എന്നിട്ട് ആ 2 പ്രേതങ്ങളും ചേർന്ന് ആ സ്വാമിജിയെ കഴുത്തിറുക്കി കൊന്നുകളഞ്ഞു. ഞങ്ങൾക്ക് മുക്തി നൽകാനായി വന്നതല്ലേ? നമ്മൾ ഇവന് തന്നെ മുക്തി കൊടുത്തു കളഞ്ഞു. ഞങ്ങൾ എവിടേക്കും പോകില്ല. ഒരാളെ ഞങ്ങൾ ജീവനോടെ വിടില്ല.